കാലത്തിന്റെ നിശബ്ദതയിൽ ഉറച്ചു നിൽക്കുന്ന ഒരു സാന്നിധ്യം. വെള്ളിയാങ്കിരി മലനിരകളുടെ മടിത്തട്ടിൽ ആകാശത്തോളം ഉയർന്നു നിൽക്കുന്ന 112 അടിയോളം ഉയരമുള്ള ആദിയോഗി. വിനോദസഞ്ചാരത്തിനും ആത്മീയതയുടെ ആഴവും അനുഭവിച്ചറിയാനൊരു യാത്ര. ഹലോ ഗൈസ്, ഞാൻ നിങ്ങളുടെ സ്വന്തം ട്രാവൽ ബഗ്. ഇന്നത്തെ യാത്രാ വിവരണം കോയമ്പത്തൂർ ആദിയോഗിയിലേക്ക്. ഏകദേശം വൈകുന്നേരം 6 മണി കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത് കോയമ്പത്തൂരിലേക്ക് ഒരു യാത്ര പോയാലോ എന്ന്. അങ്ങനെ തലേദിവസം രാവിലെ 2:30 ആയപ്പോഴത്തേക്കും ഞങ്ങൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങൾ പോകുന്ന വഴി സുൽത്താൻ ബത്തേരി വഴി നേരെ ഊട്ടി വഴി കോയമ്പത്തൂർ പോകാനാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത്. ഞങ്ങൾ കോയമ്പത്തൂരിലേക്ക് പോകുന്നത് മഹീന്ദ്രയുടെ XCV9 EVയിലാണ് കേട്ടോ യാത്ര ചെയ്യുന്നത്. സുൽത്താൻ ബത്തേരി അതിരാവിലെ യാത്ര ചെയ്യുമ്പോൾ നല്ല കോടമഞ്ഞും തണുപ്പും ആനേനെയും എല്ലാം കാണാമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ ഒരു ആന പോയിട്ട് ഒന്നിനെ പോലും കാണാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഞങ്ങൾ ഊട്ടിയിലെത്തി. നീലഗിരി ഷോപ്പിംഗ് മാൾ, ഇതിനടുത്തുള്ളൊരു ചായക്കടയിൽ ഞങ്ങൾ ചായ കുടിക്കാനായി വണ്ടി നിർത്തി. അങ്ങനെ ഊട്ടിയുടെ തണുപ്പിൽ ഒരു ചായ കുടിച്ച് പിന്നെയും ഞങ്ങൾ യാത്ര തുടർന്നു. ഗ്രാമങ്ങളിലുള്ളിലേക്കുള്ള യാത്ര മനസ്സിനെ ശാന്തമാക്കുവാൻ തുടങ്ങി. അങ്ങനെ ഇഷായോഗ ആദിയോഗി മുൻവശത്തുള്ള ഗേറ്റിൽ ഞങ്ങൾ എത്തി. അങ്ങനെ ഫ്രണ്ട് സൈഡ് ഗേറ്റ് വഴി ഞങ്ങൾ ഉള്ളിലേക്ക് പ്രവേശിച്ചു. ഇഷായോഗ ഗേറ്റ് വഴി ഉള്ളിൽ കയറിയപ്പോൾ ഇത്രയും ഒരു ഭംഗി ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. നല്ല ഇന്റർലോക്ക് റോഡുകളും നല്ല ശുചിത്വമുള്ള ഏരിയ, നല്ല മരങ്ങളെല്ലാം പിടിപ്പിച്ച് വളരെ അന്തരീക്ഷം, വളരെ മനസ്സിൻ്റെ ഉള്ളിൽ വളരെ ശാന്തമേറിയ ഒരു ലൊക്കേഷൻ. നമ്മൾ ഉള്ളിലേക്ക് യാത്ര ചെയ്യുമ്പോൾ നമുക്ക് അത് ഒരു മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്കൊരു ഫീല് തോന്നുവാൻ തുടങ്ങി. അങ്ങനെ വെഹിക്കിൾ പാർക്കിംഗ് ഫീ ഏകദേശം 30 റുപ്പീസാണ് കേട്ടോ. വിനോദസഞ്ചാരികൾക്ക് പാർക്കിങ് വേണ്ടിയായി നല്ല വലിയ ഒരു പാർക്കിംഗ് ഏരിയ തന്നെയാണ് കേട്ടോ. നല്ല ലേ ഔട്ട് ചെയ്ത് നല്ല വലിയ ഒരു പാർക്കിംഗ് ഏരിയ തന്നെയാണ് ഇഷായോഗയിലുള്ളത്. അങ്ങനെ വണ്ടി പാർക്കിങ്ങിലിട്ടു. ഇനിയിപ്പം ഒരു 400-500 മീറ്റർ നടക്കാനുണ്ട് ഇഷായോഗ സ്റ്റാച്ചുവിൻ്റെ അങ്ങോട്ട്. അപ്പോൾ ഞങ്ങൾ സ്റ്റാച്ചുവിലേക്ക് നടന്നു തുടങ്ങി. അങ്ങനെ നമ്മൾ ദൂരെ നിന്ന് നമുക്ക് കാണാൻ പറ്റും ഈ സ്റ്റാച്ചു നിൽക്കുന്നത്. വെള്ളിയാങ്കിരി മലനിരകളുടെ മടിത്തട്ടിൽ ആകാശത്തോളം ഉയർന്നു നിൽക്കുന്ന നമ്മുടെ ആദിയോഗി സ്റ്റാച്ചു. ഇതിനു ചുറ്റും ഒരുപാട് ഷോപ്പുകളുണ്ട് കേട്ടോ. നമുക്ക് വേണ്ട സാധനങ്ങൾ, അല്ലെങ്കിൽ സ്റ്റാച്ചുവിൻ്റെ കോപ്പി, അല്ലെങ്കിൽ എന്താ പറയുക ചെറിയ ഒരുപാട് വസ്തുക്കൾ. പിന്നെ ഹോട്ടൽസ് ഉണ്ട്, ഫുഡ് കഴിക്കാനും ഭക്ഷണം കഴിക്കാനും. നമുക്ക് എന്താ പറയുക ഭക്ഷണമൊന്നും കഴിക്കാതെ ട്രാവൽ ചെയ്ത് വരുന്ന ആൾക്കാർക്ക് ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കാനുള്ള അവസരം വരെ ഉണ്ട്. ഇവിടം പ്രകൃതിയുടെ ശാന്തവും വെള്ളിയാങ്കിരി മലനിരകൾക്കടിയിൽ ഈ സ്റ്റാച്ചു ഇങ്ങനെ നിൽക്കുന്ന കാണുമ്പോൾ മനസ്സിൻ്റെ ഉള്ളിലും നമുക്കൊരു ശാന്തത അനുഭവപ്പെടാൻ തുടങ്ങി. ഒരുപാട് ആൾക്കാരും അല്ലെങ്കിൽ എന്താ പറയുക ഒരുപാട് ആൾക്കാരുകളും ജനക്കൂട്ടങ്ങളും എല്ലാം വരും. പക്ഷെ ആ ഒരു ഏരിയയിൽ കിട്ടുന്ന ഒരു ശാന്തത നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ഫീൽ അനുഭവപ്പെടാൻ തുടങ്ങി. വിഗ്രഹത്തിൻ്റെ അടുത്തേക്ക് നടന്നെത്തും തോറും ഉയരവും കൂടാൻ തുടങ്ങി. കാലത്തിന്റെ നിശബ്ദതയിൽ ഉറച്ചു നിൽക്കുന്ന ഒരു സാന്നിധ്യം. വെള്ളിയാങ്കിരി മലനിരകളുടെ മടിത്തട്ടിൽ ആകാശത്തോളം ഉയർന്നു നിൽക്കുന്ന 112 അടിയോളം ഉയരമുള്ള ആദിയോഗി. ആദിയോഗിയെ കാണാൻ ഇത്രയും തിരക്കുകൾക്കിടയിലും വളരെ ശാന്തമുള്ള മനസ്സിന്റെ ഫീലാണ് നമുക്കുള്ളിൽ അറിയാൻ കഴിയുന്നത്. ലൈറ്റും സൗണ്ട് അവതരണങ്ങളെല്ലാം വൈകുന്നേരങ്ങളിലാണ് ആദിയോഗിയെ അവതരിപ്പിക്കാറുള്ളത്. വൈകുന്നേരം ലൈറ്റ് ഷോകളും പ്രോഗ്രാമുകളും ഉണ്ട്. വൈകുന്നേരം എന്തായാലും ഞങ്ങൾ നിൽക്കുന്നില്ല. ഞങ്ങൾ ഏകദേശം ഈവനിങ് തിരിച്ച് റിട്ടേൺ അടിക്കാനുള്ളൊരു പ്ലാനിങ് ആണ്. സോ വൈകുന്നേരം നിന്ന് ആദിയോഗിയിൽ നിൽക്കുന്ന ഈവനിങ് ടൈമിൽ നിൽക്കുവാണെങ്കിൽ ഒരുപാട് ലൈറ്റ് ഷോയും ലേസർ ഷോകളും ഒക്കെ കാണാൻ കഴിയും. ഇതിലും നല്ല ഒരു അനുഭവം അവിടെ ഉണ്ടാവും. ആദിയോഗിയുടെ വിസിറ്റ് കഴിഞ്ഞതിന് ശേഷം തമിഴ്നാട് മധുര സ്പെഷ്യലായ നമ്മുടെ ജിഗർദാണ്ട കഴിക്കാൻ ഒരു പ്ലാൻ ഉണ്ടായി. അങ്ങനെ ഞങ്ങൾ നേരെ ജിഗർദാണ്ട കഴിക്കാൻ വേണ്ടി കോയമ്പത്തൂരിലുള്ള ഒരു നോർമൽ ഷോപ്പിലേക്ക് പോയി. അങ്ങനെ ജിഗർദാണ്ട എല്ലാം കഴിച്ചതിന് ശേഷം ഇന്നത്തെ യാത്ര ഇവിടെ അവസാനിക്കുന്നു. ഇനി അടുത്ത യാത്രയിൽ അടുത്ത കണ്ടന്റുമായി അടുത്തൊരു സ്ഥലമായി നമുക്ക് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.